കേരളത്തിലെ 4 ജില്ലകളിലായി അധിവസിക്കുന്ന 35 ലക്ഷത്തിൽ പരം ജനങ്ങളുടെ തീരാദുഃഖവും ആശങ്കയുമായ മുല്ലപ്പെരിയാർ വിഷയം ആസ്പദമാക്കി കഥ തയ്യാറാക്കി കഥാപ്രസംഗ മത്സരത്തിനായി തങ്കച്ചൻ മാഷിന്റെ കൈപിടിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുവാനായി കോഴിക്കോട്ടേക്ക് വണ്ടി കയറിയ ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ജലിക്കും കൂട്ടുകാർക്കും നിരാശരായി മടങ്ങേണ്ടി വന്നില്ല. ഹയർ സെക്കൻഡറി വിഭാഗം കഥാപ്രസംഗ മത്സരത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയാണ് ഇവർ കോഴിക്കോട് മണ്ണിനോട് വിട പറഞ്ഞത്. ചന്തവും ശീലമില്ലാത്തൊരു ശരി ജീവിതം മറന്നുപോയവരുടെ ഇടയിൽ നിരാലംബരായി കഴിയുന്ന അമ്മമാരും അടുപ്പിൽ കത്തിയിരിക്കുന്ന തീക്കൊളി വലിച്ചൂരി അവൻ അച്ഛനെ തലയിൽ ആഞ്ഞടിച്ചു. അർദ്ധപ്രാണനുടെ ദേഹം നിരംപതിച്ചു. അമ്മയുടെ യാചന. മുല്ലപ്പെരിയാർ വിഷയം മാത്രമല്ല അഞ്ജലി കഥാപ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചത്. ഇന്നത്തെ സമൂഹത്തിൽ പ്രായമായ മാതാപിതാക്കളോട് മക്കൾ കാണിക്കുന്ന അനാദരവും അക്രമവുമെല്ലാം അഞ്ജലിയുടെ കഥാപ്രസംഗത്തിൽ നിറഞ്ഞു നിന്നു. തങ്കച്ചൻ പാലായുടെ കീഴിൽ കഴിഞ്ഞ 5 കൊല്ലത്തിലേറെയായി അഞ്ജലി സി ടോം കഥാപ്രസംഗം അഭ്യസിച്ചു വരികയാണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം മുതൽക്കേ അഞ്ജലി കലോത്സവ വേദികളിൽ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് പതിവായിരുന്നു. ഇത്തവണ അഞ്ജലിക്കൊപ്പം ജോഷിൻ ജോൺ, എൽസ കെ ജോസ്, ജയകൃഷ്ണൻ, ഫിലിപ്പ് തോമസ് എന്നിവർ കഥാപ്രസംഗത്തിൽ പങ്കെടുത്തു. അപ്പീൽ നൽകി കലോത്സവത്തിൽ പങ്കെടുത്തിട്ടും കഥാപ്രസംഗത്തിന് എ ഗ്രേഡ് നേടാൻ സാധിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് അഞ്ജലിയും കൂട്ടുകാരും. ഇടുക്കിയെ പ്രതിനിധീകരിച്ച് പോയിട്ട് ഇടുക്കിയിലെ സങ്കടങ്ങളും വേദനകളും നൽകുന്ന മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ളൊരു കഥയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. ഞങ്ങളെ അഭ്യസിപ്പിച്ചത് തങ്കച്ചൻ പാല എന്ന് പറഞ്ഞ മാഷാണ്. കഥയും സംവിധാനവും എല്ലാം മാഷാണ് ചെയ്തത്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് അപ്പീൽ കൊടുത്താണ് പോയത്. അപ്പീൽ കൊടുത്ത് പോയിട്ടും ഞങ്ങൾക്ക് ഉയർന്ന മാർക്കോടെ എ ഗ്രേഡ് നേടാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു വിഷയം കഥാപ്രസംഗത്തിലൂടെ കുട്ടികളെ അഭ്യസിപ്പിക്കുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും മാഷായ തങ്കച്ചൻ പാല ഇടുക്കി ന്യൂസിനോട് പങ്കുവച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ 4 വർഷമായിട്ട് 5 വർഷമായിട്ട് എൻ്റെ ശിക്ഷണത്തിൽ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ സംസ്ഥാന തലത്തിൽ നിന്നും കഥാപ്രസംഗത്തിന് എ ഗ്രേഡ് നേടാറുണ്ട്. അതേപോലെ ഈ വർഷവും ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും കുട്ടികൾ കഥാപ്രസംഗ മത്സരത്തിൽ എ ഗ്രേഡോടുകൂടി പാസ്സായി വന്നിട്ടുണ്ട്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നാൽ കലോത്സവ വേദികളിൽ അപ്പീലുകൾ കുമിഞ്ഞുകൂടുന്നതും നിലവാരമില്ലാത്ത വിധികർത്താക്കളെ ഉൾപ്പെടുത്തി മത്സരങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നതും മത്സരങ്ങളും മത്സരാർത്ഥികളും പിന്തള്ളപ്പെട്ടു പോകുവാൻ കാരണമാകാറുണ്ടെന്നും തങ്കച്ചൻ മാഷ് അഭിപ്രായപ്പെട്ടു. കഥാപ്രസംഗ മത്സരത്തിന് ജഡ്ജിമെൻ്റായി എത്തുന്നവർ മിമിക്രി ആർട്ടിസ്റ്റുകളും സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെയാണ് പങ്കെടുക്കാറുള്ളത്. കഥാപ്രസംഗം അതിൻ്റെ പരിഭാവനതയിൽ അതിൻ്റെ രീതിയിൽ കാണുവാൻ കഥാപ്രസംഗ രംഗത്ത് നല്ല ഉയർന്ന നിലയിൽ കഥകൾ അവതരിപ്പിക്കുന്ന പ്രൊഫഷണൽ കാഥികന്മാർ നമ്മുടെ ഈ രാജ്യത്തുള്ളപ്പോൾ സീരിയൽ നടന്മാരും അതുപോലെ മിമിക്രി ആർട്ടിസ്റ്റുകളൊന്നും അല്ല കഥാപ്രസംഗത്തിന് മാർക്കിടേണ്ടത്. ഒരു ജനതയുടെ ആശങ്കകൾക്ക് മുൻതൂക്കം നൽകി അഞ്ജലി അവതരിപ്പിച്ച കഥാപ്രസംഗത്തിന് എ ഗ്രേഡ് നേടുവാൻ തുണയായത് മുല്ലപ്പെരിയാർ തീരവാസികളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും കൊണ്ടാണെന്ന് അഞ്ജലിയും കൂട്ടുകാരും വിശ്വസിക്കുന്നു. റോഷൻ കൈലാമഠം, ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.